ഹലോ എവരിവൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 9-ലെ പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്ററിലെ ഫാക്ടർ തിയറം എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫാക്ടർ തിയറം. If p of x is a polynomial of degree n greater than or equal to 1 and a is any real number, then x minus a is a factor of p of x if p of a equal to 0 and p of a equal to 0 if x minus a is a factor of p of x. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. p of x is a polynomial of degree n greater than or equal to 1. അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു പോളിനോമിയൽ ഉണ്ട്, ആ പോളിനോമിയലുള്ള വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ എക്സ്പൊണൻറ്റിനെയാണ് ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുക. ഇവിടെ ഇപ്പോൾ n എന്ന് നമ്മളൊരു ജനറൽ ആയിട്ടുള്ള വേരിയബിൾ എടുത്തിരിക്കുകയാണ് ഡിഗ്രീനെ. അപ്പോൾ ആ n എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാവാം. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഡിഗ്രി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ആൻഡ് എ ഈസ് എനി റിയൽ നമ്പർ. എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ റിയൽ നമ്പർ എന്ന് പറയുമ്പം അതിനകത്ത് എന്തൊക്കെ വരും? ഹോൾ നമ്പേഴ്സ് വരും, ഇൻറ്റിജേഴ്സ് വരും, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് വരും, ഫ്രാക്ഷൻസ് വരും, റാഷണൽ നമ്പേഴ്സ് വരും, ഇറാഷണൽ നമ്പേഴ്സ് വരും. ഇതെല്ലാം കൂടി വരുന്ന ആ ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ എ ഈസ് എനി റിയൽ നമ്പർ. ദെൻ എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 0. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പി ഓഫ് എക്സിനകത്ത് എക്സിന് പകരം നമ്മൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എ കിട്ടുമല്ലോ. ആ പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പി ഓഫ് എ ഈക്വൽ ടു 0 ഇഫ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടറാണ് എക്സ് മൈനസ് എ എങ്കിൽ നമുക്ക് പറയാം പി ഓഫ് എ ഈക്വൽ ടു 0. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഫാക്ടർ തിയറം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫാക്ടറൈസ് വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 8 ബൈ യൂസിങ് ദി ഫാക്ടർ തിയറം. അപ്പോൾ ഇവിടെ നമ്മൾ പോളിനോമിയൽ തന്നിരിക്കുന്നത് വൈയിലാണ്, അതുകൊണ്ട് നമുക്ക് പി ഓഫ് വൈ എന്ന് എഴുതാം. അപ്പോൾ ലെറ്റ് പി ഓഫ് വൈ ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 8. ഇനി പി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് അല്ലേ. അപ്പോൾ ഇതിന് എത്ര ഫാക്ടർ ഉണ്ടാവും? 2 ഫാക്ടർ. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ എഴുതാം? വൈ മൈനസ് എ ഇൻറ്റു വൈ മൈനസ് ബി എന്ന് വിചാരിക്കാം. ഇനി ഇവരെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ വൈ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എ വൈ പ്ലസ് എ ബി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 8. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 8ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ കോൺസ്റ്റൻറ്റ് ടേം, അതായത് എ ബിയും ഈ 8ഉം കൂടി കമ്പയർ ചെയ്യും. അപ്പോൾ എ ബി ഈക്വൽ ടു 8. ഇനി നമ്മൾ ചെയ്യുന്നത് 8ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കും. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 8 ആർ എന്തൊക്കെയാണ്? 8ൻ്റെ ഫാക്ടേഴ്സ് 1 ഇൻറ്റു 8 8 ആണ്, അതുപോലെ 2 ഇൻറ്റു 4ഉം 8 ആണ്. ഇനി നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 4, പി ഓഫ് 8 ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് പി ഓഫ് 1. അപ്പോൾ വൈയുടെ സ്ഥാനത്തൊക്കെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 1 പ്ലസ് 8. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് 6 പ്ലസ് 8. അപ്പോൾ 9 മൈനസ് 6 3. അതായത് പി ഓഫ് 1 0 ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വൈ മൈനസ് 1 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ അല്ല. ഇനി നോട്ട് എ ഫാക്ടർ. ഇനി അടുത്ത നമുക്ക് പി ഓഫ് 2 ചെയ്ത് നോക്കാം. അപ്പോൾ പി ഓഫ് 2 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 2 പ്ലസ് 8. അപ്പോൾ എന്ത് കിട്ടും? 4 മൈനസ് 12 പ്ലസ് 8. അപ്പോൾ എന്താ കിട്ടുക? 0. അപ്പോൾ എന്ത് പറയാം? വൈ മൈനസ് 2 ഈസ് എ ഫാക്ടർ. പി ഓഫ് 2 0 കിട്ടി. അപ്പോൾ നമുക്ക് വൈ മൈനസ് 2 ഈസ് എ ഫാക്ടർ. അടുത്തത് പി ഓഫ് 4. അപ്പോൾ 4 സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 4 പ്ലസ് 8. അപ്പോൾ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 മൈനസ് 24 പ്ലസ് 8. അപ്പോൾ ഇതും എന്ത് കിട്ടും? 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പി ഓഫ് 4 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വൈ മൈനസ് 4 ഈസ് എ ഫാക്ടർ. അപ്പോൾ നമുക്ക് 2 ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ അങ്ങ് എഴുതി വെച്ചാൽ മതി. വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 8 ഈക്വൽ ടു y മൈനസ് 2 ഇൻറ്റു y മൈനസ് 4. അടുത്തൊരു പ്രോബ്ലമാണ്.
Find the value of k if x minus 1 is a factor of p of x equal to 2x square plus kx plus root. അപ്പോൾ ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ പി ഓഫ് എക്സിനകത്ത് കെ വരുന്ന ഒരു ടേം ഉണ്ട്, സെക്കൻഡ് ടേം കെ വരുന്നുണ്ട്. അപ്പോൾ ആ കെയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ബൈ ഫാക്ടർ തിയറം നമുക്ക് തന്നിട്ടുണ്ട് ഇഫ് എക്സ് മൈനസ് 1 ഇസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. അപ്പോൾ ബൈ ഫാക്ടർ തിയറി എന്ത് പറയാം? ഇഫ് എക്സ് മൈനസ് 1 ഇസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് then p of 1 equal to 0 which implies ഇനി നമുക്ക് p of xൽ xന് പകരം 1 കൊടുക്കാം. അപ്പോൾ p of 1 equal to 2 into 1 square plus k into 1 plus root 2 equal to 0 which implies ഇനി 2 into 1 square 2 plus k into 1 k plus root 2 equal to 0 which implies ഇനി k നെ ലെഫ്റ്റിൽ നിർത്താം. ഈ 2നെ റൈറ്റിലേക്ക് പോകുമ്പോൾ -2, ഈ റൂട്ട് 2നെ റൈറ്റിലേക്ക് പോകുമ്പോൾ -√2. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് സൈൻ കോമൺ ആയിട്ട് എടുക്കാം. അപ്പം നെഗറ്റീവ് ഓഫ് 2 പ്ലസ് റൂട്ട് 2. ഇപ്പോൾ കെയുടെ വാല്യൂ കിട്ടി നെഗറ്റീവ് ഓഫ് 2 പ്ലസ് റൂട്ട് 2. അടുത്ത ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് 2x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 3. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഫാക്ടർ തിയറി യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതെഴുതാം. യൂസിങ് splitting the middle term method ഇനി നമ്മുടെ പോളിനോമിയൽ 2x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 3 ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എന്താണ്? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. ഇനി നമ്മുടെ മെത്തേഡ് എന്താണ്? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം. അപ്പോൾ നമ്മുടെ പോളിനോമിയലിൻ്റെ മിഡിൽ ടേം ഏതാണ്? bx. ആ bx എന്ന് പറയുന്ന ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? അപ്പോൾ ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് b ആണ്. ഇപ്പോൾ b ഈക്വൽ ടു 7. ഈ b എന്ന് പറഞ്ഞാൽ ഈ 7നെ നമ്മൾ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണ്. അപ്പോൾ സം ഈക്വൽ ടു b ഈക്വൽ ടു 7. ഇനി ഈ ഏതോ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണ് b. ആ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ് എ സി. അതായത് നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും നമ്മുടെ കോൺസ്റ്റൻറ്റും അവരുടെ ഒരു പ്രോഡക്റ്റാണ് ആ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു നമ്മുടെ പ്രോബ്ലത്തിൽ എ എന്ന് പറയുന്നത് 2, സി എന്ന് പറയുന്നത് 3. അപ്പോൾ അവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. ഇനി ഈ 6 എന്ന് പറയുന്നതിൻ്റെ ഫാക്ടേഴ്സ് എഴുതാം. 6ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 6. 1 into 6 6 കിട്ടുമല്ലോ. ഇനി അടുത്തത് 2 3. ഇനി ഇതിൽ ഏത് പെയർ എടുക്കണം എന്ന് നോക്കുന്നത് ഇവരുടെ സം കണ്ടുപിടിക്കുക. അപ്പോൾ 1 + 6 എന്ത് കിട്ടി? 7. ഇനി 2 + 3 എന്ത് കിട്ടും? 5. അപ്പം നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് സമ്മായിട്ട് വരേണ്ടത് ഏതാണ്? 7. അപ്പോൾ ഏത് പെയർ എടുക്കണം? 1ഉം 6ഉം എന്നുള്ള പെയർ എടുക്കണം. അതായത് നമ്മുടെ മിഡിൽ ടേം, നമ്മുടെ പ്രോബ്ലത്തിലെ പോളിനോമിയലിൻ്റെ മിഡിൽ ടേം 7xനെ നമ്മൾ 1ഉം 6ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ 1x + 6x എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലം എഴുതാം. 2x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 3 ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 7xനെ എങ്ങനെ എഴുതാം? 1x പ്ലസ് 6x. 1x പ്ലസ് 6x പ്ലസ് 3. ഇനി ഈ ഫസ്റ്റ് 2 ടൈമിനെ ഗ്രൂപ്പ് ചെയ്യാം, അതുപോലെ ലാസ്റ്റ് 2 ടൈമിനെയും ഗ്രൂപ്പ് ചെയ്യാം. ഈ ഫസ്റ്റ് 2 ടൈമിൽ നിന്ന് എന്താണ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക? x. അപ്പോൾ മിച്ചം എന്താ വരും? 2x പ്ലസ് 1. ഇനി ലാസ്റ്റ് 2 ടൈമിൽ നിന്ന് 6x പ്ലസ് 3. ഇതിൽ നിന്ന് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 3. അപ്പോൾ 3 കോമൺ എടുക്കുമ്പോൾ 2x പ്ലസ് 1. ഇനി ഈ രണ്ട് ടേമിലും എന്താ ഉള്ളത്? 2x പ്ലസ് 1 കോമൺ ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2x പ്ലസ് 1 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടേമിൽ പിന്നെ മിച്ചമുള്ളത് x പ്ലസ് 2. ഇനി സെക്കൻഡ് ടൈമിൽ മിച്ചമുള്ളത് 3. അപ്പോൾ 2x പ്ലസ് 1 ഇൻറ്റു x പ്ലസ് 3 ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഫാക്ടേഴ്സ്.